കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഒരു സംശയമില്ല പയ്യാമ്പലം ബീച്ച് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളൊരു ഇടം കൂടിയാണിത്. ഫുട്പാത്തുകളൊക്കെ വന്നു, ഒരുപാട് ഇരിപ്പിടങ്ങൾ വന്നു. ബീച്ചിലേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വരുന്നത്. കൊറോണ വന്നതിന് ശേഷം വന്നിട്ടില്ല. ഈ സമയമായത് കോവിഡിൻ്റെ സമയമായതുകൊണ്ടായിരിക്കണം തിരക്ക് വളരെ കുറവായിരുന്നു. എങ്കിലും ആളുകളൊക്കെ ഏകദേശം നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇവിടെ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും. ഈവൻ ഫോറിനേഴ്സിനെ വരെ കാണാൻ സാധിച്ചു എന്നതാണ് സത്യം. ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ കഷ്ണം കണ്ടോ, അത് കണ്ടപ്പം ആദ്യം വിചാരിച്ചത് വല്ല പശുവോ മറ്റോ ചത്തു അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അതായിരുന്നില്ല, മരം തന്നെയായിരുന്നു. നോക്കുക, എന്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശാന്തമായിട്ട് വരുന്ന തിരമാലകൾ, പ്രക്ഷുബ്ധ ഭാവത്തിലല്ല കടലുള്ളത്. ഭയങ്കര കാമാണ്. മനസ്സിനെ ഭയങ്കര പീസ്ഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. നട്ടുച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ്. 3-4 മണിയാവുന്നതിനിടയിലാണ് എത്തിയത്. എന്നിട്ട് പോലും നല്ല വെയിലുണ്ട്. എന്നിട്ട് പോലും അതിൻ്റെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. ഒരു മനസ്സ് ഭയങ്കര പീസ്ഫുൾ ആവുമായിരുന്നു ചെയ്തത് അവിടെ എത്തിയിട്ട്. കണ്ടോ, തിരമാലകളൊക്കെ ഭയങ്കര കാമാണ്. ഭയങ്കര അധികം ഭയാനകമായ തിരമാലകളൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് ഫോറിനേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കാമായതുകൊണ്ട് ഭയങ്കര ചെറിയ ചെറിയ തിരമാലകൾ, കടൽ ഭയങ്കര ശാന്തമായിരുന്നു. അതുകൊണ്ട് തിരമാലകളൊന്നും എൻ്റെ കാല് നനയ്ക്കാൻ എത്തിയില്ല. ഞാൻ ഒരുപാട് നോക്കി, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കി, ഒരു രക്ഷയില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോവാം. നേരം ജസ്റ്റ് മിസ്. അടുത്തത് എന്തായാലും യെസ്, സെറ്റ്. നല്ല ഭയങ്കര ഹാപ്പിയായി. കുറേ നാളുകൾക്ക് ശേഷം ബീച്ച് കണ്ടു. കുറേ നേരം ചിലവഴിച്ചു. അവിടെ എന്തോ കാക്കകൾ ഒരുപാട് കൂട്ടത്തോടെ എന്തോ അവിടെ എന്തോ ഒരു ഫുഡ് കിട്ടിയിട്ടുണ്ടാവും ഒറ്റകൾക്ക്. അതുകൊണ്ട് അത് കൊത്തി പറിക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ബീച്ച് എന്താ പറയുക, ബീച്ചാണോ മൗണ്ടെയ്ൻസ് ആണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നവരോട് ശരിക്കും പറഞ്ഞാൽ ആൻസർ പറയാൻ പറ്റാണ്ടായി പോകും. കാരണം രണ്ടും ഡിഫറെൻ്റ് ആണ്. ആകാശമൊക്കെ കണ്ടോ, ഭയങ്കര തെളിഞ്ഞ ആകാശമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര ക്ലിയർ സ്കൈ ഒക്കെ ആയിരുന്നു. അവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരാൾ മാത്രം അവിടെ പട്ടം പറത്തുന്നുണ്ടായിരുന്നേ. പക്ഷെ അത് ക്യാമറയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അവിടെ ഇവിടെ സൈഡിലൊരു കടയുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. കണ്ടില്ലേ, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നോർമൽ ആവുന്നുണ്ട്. ഏകദേശം കോവിഡിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ മുക്തരായിട്ട് വരുന്നതിൻ്റെ ഒരു തന്നെയാണ്. ഒരുപാട് ആളുകൾ ബീച്ചിലോട്ട് വരുന്നു. കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ബീച്ചിലേക്ക് വരുന്ന കാണാം. അവരൊക്കെ ഭയങ്കര ഹാപ്പി. ബീച്ച് കണ്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഓടി ചാടി പോകുന്ന കുട്ടികളാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അപ്പോൾ നമ്മൾ 2 പോപ്കോൺ വാങ്ങിച്ചു, കഴിച്ചു. അപ്പൊക്കെ നോക്കിയാൽ അപ്പുറത്തെ ഭാഗത്ത് മുഴുവൻ, ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ കാർമേഘം വന്ന് മൂടി. ഭയങ്കര മഴക്കാറായി. അങ്ങോട്ടേക്ക് മഴ പെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മഴ വന്നിട്ടുണ്ടാവാം. ഭയങ്കര ഇരുട്ട് മൂട് വെച്ചത്. വൈകുന്നേരം കുറച്ച് ലേറ്റായി, ഒരു 5 മണിയാവുന്ന സമയത്തേക്കും ഇരുട്ടായി.